ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ക്രീമി റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ ടെട്രസിനി. ഇതൊരു അടിപൊളി അമേരിക്കൻ ഡിഷാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിരുന്ന അതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഒരു ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൗഡറും കൂടെ അതിലോട്ട് ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളം ഒഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ചിക്കൻ കുക്കായി വരുമ്പോഴേക്കും വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളൂ. പിന്നെ ഞാൻ മറ്റൊരു പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലോട്ടൊരു 200 ഗ്രാം പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം കൂടി ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇന്തോമിയാണ്, അപ്പോൾ അതിൻ്റെ തന്നെ സോൾട്ട് ഉണ്ടായിരുന്നു, അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് പാസ്ത വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നോർമൽ പാസ്ത എടുക്കുമ്പോൾ അതിലോട്ട് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാസ്ത എല്ലാം നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റൗവിൽ നിന്നും മാറ്റി വെക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ പാസ്തയിൽ എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കി എടുത്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇതിലെ വെള്ളമെല്ലാം ഇപ്പോൾ ഞാൻ ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലോട്ട് ഒരു ചുവന്ന മുളക് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു 1/2 കപ്പ് മഷ്റൂമും കൂടെ, അതായത് കൂണും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് മൂന്നും കൂടെ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഇതിലോട്ട് വേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെയാണ്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. ഞാനൊരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാളയൊക്കെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മറ്റൊരു ബൗളിലോട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ മഷ്റൂം മിക്സ് ഇതിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഈ സെയിം പാനിൽ തന്നെ ഞാൻ ഒരു 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരു 1/8 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദയൊന്നും കട്ട പിടിക്കാതെ നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മൈദയൊക്കെ ഞാൻ ബട്ടറിൽ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഹൈ ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മൈദയും ബട്ടറും ഈ വെള്ളത്തിൽ നല്ലതുപോലെ മെൽറ്റായിട്ട് വരണം. ഞാനിവിടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് ചിക്കൻ സ്റ്റോക്ക് തന്നെ ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാഗി ക്യൂബില്ല, അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പ് പാലും അതുപോലെ തന്നെ 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുത്താലും മതി.
ഇനി ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. സോസ് ഇപ്പോൾ നല്ലതുപോലെ റെഡിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൗഡറും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്നുകൂടെ നല്ലതുപോലെ ടൈറ്റ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ ടൈറ്റായിട്ട് നല്ല തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. സോസൊക്കെ നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെരി ലോ ഫ്ലെയിമിലോട്ട് നമ്മുടെ ഫ്ലെയിം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മഷ്റൂം മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മഷ്റൂം മിക്സും അതുപോലെ സോസും നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതും നമുക്ക് ഈ മിക്സിൽ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാസ്തയാണ്. അതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ഡിഷാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഈ ബൗളിലോട്ട് നമ്മുടെ പാസ്ത മിക്സ് മാറ്റിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളൊക്കെ നല്ലതുപോലെ ലെവൽ ചെയ്ത് എടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് നമുക്ക് കുറച്ച് മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസ് ഇതിൻ്റെ മുകളിലത്തെ ലെയറായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ചീസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്താലും മതി. പക്ഷെ കൂടുതൽ ഇട്ടാൽ ഒന്നുകൂടെ നല്ല ക്രീമി ആയിരിക്കും. ഇനി ഈ ബൗൾ ക്ലോസ് ചെയ്തതിന് ശേഷം ഞാനൊരു ഓവനിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഈ മിക്സൊക്കെ റെഡിയാക്കി വെച്ച പാനിൽ തന്നെ മുകളിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അത് ബേക്ക് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് കുറച്ചുകൂടി എക്സ്ട്രാ ടൈം വെച്ച് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഒന്നുകൂടെ നല്ലതുപോലെ ബേക്കായത്. ഇത്രയും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.